അങ്ങ് തെലുങ്ക് നാട്ടിൽ നിന്ന് ഒരു പുതിയ ട്രെയിലർ വന്നിട്ടുണ്ട്. 8 വസന്താലു, അതായത് 8 വസന്തങ്ങൾ എന്നതല്ലേ അർത്ഥം? അതെ, വസന്താലു എന്ന് പറഞ്ഞാൽ വസന്തങ്ങൾ എന്നാണ്. സോ മലയാളിയായിട്ടുള്ള അനന്തിക സനൽകുമാർ, പുള്ളിക്കാരിയാണ് ഈ പടത്തിൽ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആക്ച്വലി ഞാൻ ഇതിൻ്റെ പോസ്റ്ററും ടീസറൊക്കെ കുറേ നാളായിട്ട് കാണുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചധികം നാളായി ഈ പടത്തിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരുന്നിട്ട്. ഞാൻ ഇൻസ്റ്റയിൽ ഇത് കുറച്ചധികം കണ്ടിട്ടുണ്ട്. തെലുങ്കിൽ തന്നെ, മലയാളത്തിലല്ല. മലയാളത്തിൽ പടം ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. മറ്റേ ഇതല്ലേ രജനീകാന്തിന്റെ പടം, ഇത് ഹാർഡ് ഡിസ്ക് കാണാതെ ലാൽ സലാം കണ്ടായിരുന്നു പടം? പടം കണ്ടില്ല, ഹാർഡ് ഡിസ്ക് കാണാതില്ല. അത് അവരുടെ അല്ല ഹാർഡ് ഡിസ്ക് പോയത്, നിങ്ങളുടെ അല്ല. എന്താണിത്? സോ നമുക്ക് അതിൻ്റെ ട്രെയിലർ കണ്ടു നോക്കാം. 8 വസന്താലു. పచ్చి ప్రాణం పోయగలిగిన వాడు చితి ముట్టించి మోక్షం ఇప్పించలేమా? ഓ, ആക്ഷൻ പടമാണോ? ഇൻട്രസ്റ്റിംഗ്. പുള്ളിക്കാരി ആക്ച്വലി കുറച്ചധികം ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഡാൻസറാണ്. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ ആക്ഷനിലേക്ക്. എന്താ നമ്മൾ കണ്ടത്? ഇഷാമാണോ? ഓക്കെ, കുറച്ച് പാട്ട് എനിക്ക് മനസ്സിലായില്ല. ഞാനത് അവധിയായിരുന്നു ക്ലാസ്സിൽ. ഈ എല്ലാ എന്നാ രണ്ട് നായകന്മാരാണോ? అదే దిశ కాదు. కొత్త ఫీలింగ్స్ బద్దలుకుంటున్నావు సరే, మరి పాతదేం చేస్తావు? ഈ നേച്ചറിൻ്റെ ഇത് ഒരുപാടുണ്ടല്ലോ. ഇപ്പം മഴ, കാറ്റ്, മറ്റേ അങ്ങനെ കുറച്ച്. അത് മനസ്സിലായില്ല. പടത്തിൻ്റെ മൂഡ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആക്ഷനൊക്കെ അവിടെ നടക്കും, അത്രേ ഉള്ളൂ. റൊമാൻറ്റിക് മൂവിയാന്ന് തോന്നുന്നു അല്ലേ? మగాడి ప్రేమకి సాక్ష్యంగా పాలరాతి సౌదాలు, భాగ్య నగరాలు ఉన్నాయి. നല്ല ഷോട്ടാണ്. ఆడదాని ప్రేమకి ఉన్నాయి. ഷോട്ടൊക്കെ കുറച്ചുണ്ട്. നല്ല ഷോട്ട്. సమాధి చేసుకున్న జ్ఞాపకాలు. ആക്ച്വലി ആക്ഷനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഫീമെയിൽ ആക്ഷൻ പടമായിരിക്കുമെന്ന്. എന്നാലതല്ല. അതാ മറ്റേ ആ 5 പേര് ഇടിക്കാൻ വേണ്ടി ജസ്റ്റ് പഠിച്ചത്. അത്രേ ഉള്ളൂ. ആ ഒരൊറ്റ സീക്വൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പടം കുറച്ച് അടുത്ത ഈ ആഴ്ചയാണ് പടം, ജൂൺ 20 പനിദ്ര ഫീമെയിൽ ഡയറക്ടറാണോ? തെരിയല്ല തമ്പി. ഇല്ല, നമുക്കറിയത്തില്ലല്ലോ. നമ്മളിത് അറിയാൻ വേണ്ടിയല്ലേ എടുക്കുന്നത്. സംഭവം എന്താണ്, നമ്മൾ ആദ്യം ഇടി കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു നല്ല ആക്ഷൻ പടം കാണാമെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് മൂഡ് ഷിഫ്റ്റ് ചെയ്ത് ട്രെയിലർ കട്ട് ലവ് സ്റ്റോറിയാണ്. അതെ, അത് നടക്കുമ്പം അതും എനിക്ക് തോന്നുന്നു ഈ എല്ലാ സിനിമയിലും നായികയെ രക്ഷിക്കുന്ന നായകനല്ലേ, ഈ പടത്തിൽ നായകനെ രക്ഷിക്കുന്ന നായികയായിരിക്കും. അതായത് നായകനെ രക്ഷിക്കാൻ വേണ്ടി വില്ലന്മാരോട് ഫൈറ്റ് ചെയ്യാൻ നായികയായിരിക്കും. ഏത് അത് തെലുങ്കിലില്ലല്ലോ, വെറൈറ്റി ആകത്തില്ലേ? 8 വസന്തങ്ങൾ കാണിക്കുന്നുണ്ടോ പടത്തിൽ? അതാണോ 8 വസന്തങ്ങൾ? 8 വസന്തങ്ങൾ നേച്ചറിൻ്റെ ഒരുപാട് ഷോട്ടുകളുണ്ട്. 8 വസന്തങ്ങൾ എന്നെ കാണിച്ച് മാറി മാറി പൊക്കോണ്ടിരിക്കും. മഴയുണ്ട്, ഇടി വെട്ടുന്ന വസന്തത്തിലായിരിക്കും. വസന്തത്തിൽ മഴ ഒപ്പിക്കുന്നത് വസന്തം എന്ന് പറയുന്ന പോലെ അല്ലേ? ചളിയല്ലേ, സ്റ്റോക്ക് ഇഷ്ടം പോലെ 70-ന്റെ വസന്തം. അതെ, വസന്തങ്ങളാണ് അല്ലേ? എന്താ പറ്റും എന്താണ് ഓർമ്മ ഇത് കണ്ടപ്പോൾ. പക്ഷേ ഇഷാമാണല്ലേ ഇഷാം ആക്ച്വലി തെലുങ്കിൽ കുറച്ച് പടങ്ങൾ ചെയ്യുന്നുണ്ട്. പുള്ളി നല്ലപോലെ ചെയ്യുന്നുണ്ട്. നല്ല ചെയ്യുന്നുണ്ട്. അതെ. സോ അപ്പം നമുക്ക് അത്രേ പറയാനുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും അറിയത്തുമില്ല. എന്തായാലും റിലീസ് ആകത്തില്ല. തമാശ എന്താണെന്ന് വെച്ചാൽ ഈ സബ് ടൈറ്റിലുണ്ട് ഈ വീഡിയോയ്ക്ക്. പക്ഷേ നമ്മൾ ഈ സബ് ടൈറ്റിൽ ഈ TV ഇടാൻ നോക്കിയിട്ട് അത് വീഴുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ പൊട്ടന്മാർ ഈ ആട്ടം കണ്ടോണ്ടിരിക്കുന്നതിൽ ഇങ്ങനെ ഇരിക്കുക. ഒരു സാധനം മാത്രം കേട്ടു, അത് അത്ര സുഖമില്ലായിരുന്നു. ഗ്രാവിറ്റി. അവളുടെ പ്രതിരോധം ഗ്രാവിറ്റി പോലെയാണ്. ആ റെസിസ്റ്റൻസ് ആണ്. മറ്റേ ഫിസിക്സിലെ റെസിസ്റ്റൻസിനെ കുറിച്ച് എനിക്കറിയാം. ഫിസിക്സ് സ്റ്റുഡന്റ്
എന്തൊക്കെയാണോ. കൊള്ളായിരുന്നു സംഭവം. അപ്പോൾ അത്രേ ഉള്ളൂ.